ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഒപ്പം ഒരു കുട്ടി സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ പോകണം കേട്ടോ. നമ്മൾ തോപ്രാംകുടിക്ക് പോവാണ് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് അച്ഛൻ മുണ്ടക്കയത്തിന് പോയേക്കുവാണ്. എല്ലാവരെയും കൂടെ വിളിച്ചാൽ പക്ഷേ എല്ലാവർക്കും പോകാൻ പറ്റിയില്ല. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് അച്ഛൻ മുണ്ടക്കയത്തിന് പോയേക്കുവാണ്. അപ്പോൾ അച്ഛൻ പോയിച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വീട്ടിൽ പോക്ക് കൊടുക്കുള്ളൂ. അതായത് കല്യാണം 11:30-ക്കാണ്. കുർബാനയൊക്കെ കഴിയുമ്പോൾ ഒരു 1 മണി എന്തായാലും ആവും. പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ 3 മണി കൂട്ടിക്കും. പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂർ യാത്ര 5 മണി. അപ്പം അത്രയും സമയം എന്തായാലും എടുക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവളിയായിട്ടായി പറഞ്ഞു നിങ്ങൾ വരുന്നുണ്ടോ, വരാണ്ട് നമുക്ക് പായസം വെക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഇങ്ങനെ പോയേക്കുന്നതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിത് കുറേ ദിവസങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തൊരു സംഭവമാണ് കേട്ടോ, ഇങ്ങനെ ബർത്ത്ഡേക്ക് പോകണം എന്നുള്ളത്. പക്ഷെ നമുക്ക് വന്നൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് പറയാലോ. ചിലർ കമൻറ്റ് ചെയ്യുമായിരിക്കും നാത്തൻ്റെ ബർത്ത്ഡേ അറിയത്തില്ലാത്ത ആളാണെന്ന്. പക്ഷേ എനിക്കത് ഇനിയിപ്പോൾ അടുത്ത വർഷം ചോദിച്ചാലും ഞാൻ ചിലപ്പോൾ മറന്നു. 24 25 എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അച്ചാച്ചനോട് ചോദിച്ചപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു 24 മമ്മിയോട് ചോദിച്ചു, മമ്മി പറഞ്ഞു 25 26 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പം അന്ന് ഞങ്ങളോർത്ത് 24 ഓക്കെ സുഖമാണ്, കാരണം കല്യാണം 25-ാം തീയതിയാണല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം കല്യാണത്തിന് പോകും, ഈസി ആയിട്ട് നടന്നേനെ. എന്നിട്ട് പിന്നെയും ഭയങ്കര സംശയം. അപ്പം ഞാൻ കേക്ക് ഓർഡർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അവരോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഫേസ്ബുക്കിൽ കയറി ഞാൻ അരിച്ച് പെറുക്കി തപ്പി നോക്കി കഴിഞ്ഞ വർഷം ഏത് ഡേറ്റിലാണ് പോസ്റ്റ് ചെയ്തേക്കുന്നതെന്ന്. അപ്പം നോക്കിയപ്പം 25 ഞങ്ങളുടെ കിളി പോയി. അപ്പം എന്താ ചെയ്യുക, പിന്നെ ഞങ്ങൾ ഇന്നലെ കേക്ക് ഓർഡർ ചെയ്തു. അപ്പം വേറൊന്നും അല്ല, നമുക്ക് വൈകിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട്. അപ്പം നമ്മൾ എന്തായാലും കേക്കൊക്കെ ഓർഡർ ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കില്ല നമ്മൾ ചെല്ലുമെന്ന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇനി അവരുടെ ഒരു 6th സെൻസ് വെച്ച് ഞാൻ ഇനി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇല്ലായിരിക്കും, പ്രതീക്ഷിക്കില്ല. കാരണം ഇന്ന് വരെ നമ്മൾ പോയിട്ടില്ല ഇങ്ങനെ ഒരു ആവശ്യത്തിന്. ചേട്ടായുടെ ബർത്ത്ഡേ നമ്മൾ എപ്പോഴും സെലിബ്രേഷൻ അല്ല, ഒരു കേക്ക് കട്ട് ചെയ്യും എന്തായാലും. അത് വേറൊന്നും കൊണ്ടല്ല, ചേട്ടായുടെ ബർത്ത്ഡേ വരുന്നത് നമ്മുടെ പള്ളിപ്പെരുന്നാളും ഒക്കെ ഏകദേശം ഒരു സമയത്താണ്. അപ്പം ഒരു ഫെബ്രുവരിയിൽ അന്നേരം നമ്മൾ എന്തായാലും വീട്ടിൽ കാണും. അതുകൊണ്ട് നമ്മൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്യും. പക്ഷേ അതിനായിട്ട് നമ്മൾ പോകേണ്ട വന്നിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ അതിനായിട്ട് പോവാണ്. അപ്പം ഇതുവരെ നമ്മളങ്ങനെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു ഇതിൽ. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് പോകാം. അങ്ങനെ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തൊരു സംഭവമാണ് കേട്ടോ. ഇന്നലെ അല്ല, പക്ഷേ ഈ ഡേറ്റിൻ്റെ ഒരു സംഭവം ഇതിങ്ങനെ വന്നപ്പോൾ ഭയങ്കര ഒരു ഇതായി. അറിയത്തില്ലല്ലോ നോക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി കേട്ടോ. അപ്പം അങ്ങനെ ഹാവക്കുട്ടി അകത്തുണ്ട്, ഉറങ്ങുവാണ്. അച്ഛൻ ഇപ്പോൾ വരുമെന്നുള്ള കാര്യം കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പം റെഡി ആയിട്ടിരുന്നോ, വരുമ്പോഴേ പോയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടിരിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പോയിട്ട് ഇന്ന് തന്നെ വരണം എന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കാനില്ല. എല്ലാവർക്കും പോണ ഡ്രസ്സിൽ തന്നെ തിരിച്ചു വരണം, വൈകുന്നേരം കൂടെ ഇല്ല. അപ്പോൾ നമുക്ക് അധികം ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്. എത്രത്തോളം വർക്കൗട്ട് ആക്കണം എന്നാണ് ആഗ്രഹം കേട്ടോ. നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയുടെ അടുത്താണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉച്ചയാകുമ്പോഴത്തേക്ക് റെഡിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയൊക്കെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അതിന് വൈകുന്നേരം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബർത്ത്ഡേക്കാരിക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. പക്ഷെ ഒന്നും തന്നെ എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ ഇത് മാത്രം വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിരിക്കുകയായി. അപ്പോൾ അച്ഛ കല്യാണത്തിന് പോയതായതുകൊണ്ട് മതി വെട്ടത്തില്ല. മമ്മി ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എവിടെ എത്തി ചോദിച്ചു. ക്ലാസ് കയറ്റിയിട്ടേ എവിടെ എത്തിയെന്ന് ചോദിച്ച് മമ്മി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഫോൺ എടുത്തില്ല. അപ്പോൾ ഇവിടെ മമ്മീനെ തിരിച്ച് വിളിക്കാൻ നോക്കത്തുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഇതെടുക്കണേ, കേക്ക് എടുക്കണേ, കൊച്ചിനെ എടുക്കണമല്ലോ. അമ്മ വിളിച്ചേ. ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഞങ്ങൾ ചെരുപ്പ് വരട്ടെ. ഞങ്ങൾ വന്നപ്പോഴേക്കും മമ്മി നല്ല അടിപൊളി അരിപ്പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടോടെ അത് കുടിച്ചു. അവർ നമ്മൾ വരില്ല എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായതുകൊണ്ട് അവരൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾക്കുള്ളൊരു ഗ്ലാസ്, ഞങ്ങൾക്കുള്ളതല്ല കേട്ടോ, ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൂപ്പറാണ് കേട്ടോ. മമ്മിയുടെ അരിപ്പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പം ഓൾറെഡി ഇവർ ബർത്ത്ഡേക്കുള്ള ഒരു സെലിബ്രേഷൻസൊക്കെ നടത്തി പായസമൊക്കെ വെച്ചു. അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ കേക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. നമ്മുടെ ചേച്ചി ചെയ്ത് തന്നേക്കുന്നതാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പായസം അടിപൊളിയായിരുന്നു. എന്നാ ഗിഫ്റ്റ് കൊടുത്തേ? ഇതിനെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നേ. ഗിഫ്റ്റ് എന്നാ കൊടുത്തത്? രാവിലെ വിഷ് ചെയ്തായിരുന്നോ? അത് കൊറേ നേരമായി ഞാൻ ക്ഷമിക്കാൻ തുടങ്ങിയിട്ടെന്ന്. അയ്യോ ഇരിക്കുന്നേ അത് കൂടെ ഇരിക്കുന്നുണ്ട്. വാ അവിടെ പോയി നിന്നേ മമ്മി. എല്ലാരും നിന്നോ? അല്ല അല്ല ചേട്ടായി നിന്നോ? ചേട്ടായി വീഡിയോ അല്ല നിങ്ങൾ എല്ലാരും നിന്ന്. അച്ഛക്ക് മാറുന്നേ. അച്ഛ കിട്ടുന്നില്ല. ഓക്കെ കൊടുക്കട്ടെ അല്ലേ? വേണ്ട ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ മാത്രമേ പാടിയുള്ളൂ കേട്ടോ, ഗായകരില്ല. ആ മമ്മി കേക്ക് കഴിക്കില്ലാത്ത വ്യക്തി ആയതുകൊണ്ടാണ് അമ്മ മേടിക്കാത്തത്. ആരും ഒന്നും വിചാരിക്കരുത്. ഇതിന് തോണ്ടി കൊടുക്കുന്നത്. എന്റെ പൊന്നെ അതെ കിട്ടി 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 കിട്ടി. ആദ്യം കൂടെ നോക്കിയേ. എടാ ചോറിന് വേണടാ. കുറെ നേരമായി ഇത് കേക്ക് കഴിക്കാൻ വേണ്ടിട്ട് നിക്കാൻ തുടങ്ങിട്ട്. ആ കുട്ടിക്ക് കൊടുത്തായിരുന്നോ? എന്തോ പ്ലേറ്റിൽ എടുത്ത് തരാം. അതിനുള്ള സമയം കിട്ടിയില്ല അല്ലേ? പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അവർക്ക് കൊടുത്തില്ല കുഞ്ഞിന്. ആ ചുമ്മാ കൊടുത്താലും മതി അവർക്ക്. ഇത് മറ്റേ ഡ്രസ്സിന്റെ കവറാണ്. മറ്റേ ഷർട്ടൊക്കെ മേടിക്കല്ലേ? കണ്ടോ ഷർട്ടിന്റെ പേരല്ലേ എവിടെ എഴുതിയിരിക്കുന്നത്? ആ അതൊരു ബ്രാൻഡ് ഷർട്ടാ. മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മളെ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഉണ്ടാക്കുവേ. സ്വർണ്ണ സ്വർണ്ണ കേട്ടോ. ഒരാൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കവർ കഴിക്കുന്നു കേട്ടോ. ഒന്നും കാണുന്നില്ല ഇതിനകത്ത്. എന്നടാ അതുകൂട്ട ആ എന്ത് സാധനം ആവശ്യം നോക്കി നിൽക്കുകയാണ്. കിട്ടിപ്പോയേ. കിട്ടി 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 കിട്ടി. സർപ്രൈസ്. വാ ഇത് മറ്റേ ടോപ്പിന്റെ ലുക്ക് ഉണ്ട്. വേറെ വെറൈറ്റി സാധനം അല്ലേ? അടിപൊളി സാധനമല്ലേ?
കേട്ടോ നമ്മുടെ ഡ്രസ്സ് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? വേറെ അല്ല, അതിന്റെ ആ കളറുമായിട്ടൊരു മാച്ചിങ് ഉണ്ട്. അങ്ങനെയല്ലേ പറയുള്ളൂ. അതിനെ അങ്ങനെയല്ലേ പറയൂ, അതങ്ങനെയല്ലേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടി ബർത്ത്ഡേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി ഈ വൈൻഡപ്പ് എടുക്കുന്നത് കേട്ടോ. അവിടെ വെച്ച് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോണിൽ ഭയങ്കര സ്റ്റോറേജ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ അത് കാരണം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും എടുത്ത അത്രയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.